മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. എങ്കിലും ഇപ്പോൾ സരസിനെ വിട്ട് അവിടുന്ന് പോരാനും അവരോട് മാപ്പ് ചോദിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നത് അവളെ ചെറിയ രീതിയിൽ അലട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും ഇടയ്ക്കൊക്കെ നിധിയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. സരസിന് ചെറിയ രീതിയിൽ മാറ്റം വരാൻ തുടങ്ങുന്നു എന്നത് അതിനേക്കാൾ വലിയ സന്തോഷമായിരുന്നു നിധിക്കും നീലുവിനും. ഇന്നാണ് ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോകുന്നത്. എല്ലാം ഒരുക്കി വെച്ച് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുഞ്ഞിനെ കയ്യിൽ പിടിച്ചൊരു വിഷമത്തോടെ മിഴികൾ തുടക്കം ദുർഗയെ കണ്ട് നിധി സംശയത്തോടെ നോക്കി. അമ്മായി, എന്താ മോളെ, എന്തെങ്കിലും വേണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട അമ്മായി. അല്ല, ഇന്നലെ വരെ കണ്ട മുഖമല്ലല്ലോ, എന്തു പറ്റി അമ്മായി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിന്നെയും കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കരുതിയ അശോക് ഒട്ടും സമ്മതിക്കുന്നില്ല. ദേ, ഇവനെ കാണാതെ എങ്ങനെയാ ഞാൻ? പറഞ്ഞുകൊണ്ട് കയ്യിലെ കുരുന്നിനെ ഒന്നുകൂടെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചു ദുർഗ. അമ്മായി വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യാം. ഏതായാലും ശങ്കരനും ശരണിക്കും 10 ദിവസം കോളേജ് അവധിയല്ലേ. അപ്പൊ നിങ്ങൾ ഈ 10 ദിവസം കൈലാസിൽ വന്ന് നിൽക്കാം അമ്മായി. മനസ്സിൽ കരുതിയവരൊന്നും ഇന്ന് ഇവിടെ ഇല്ലല്ലോ അമ്മായി. ഒരു വേദന കലർന്ന ഭാഗത്തിൽ പറയുന്ന നിധിയെ കാണെ അറിയാതെ ജാനകിയുടെ മുഖമൊന്ന് ഓർത്തുപോയി ദുർഗ. ഇല്ല, എല്ലാ അഭിനയായിരുന്നു വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയാത്ത പോലെ. അങ്ങനെയായിരുന്നു അവിടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം. നിധിമോള് പറഞ്ഞാൽ ശരി. തൽക്കാലം ദുർഗയും മക്കളും ഈ 10 ദിവസം കൈലാസത്തിൽ താമസിക്കുക. അപ്പൊ പിന്നെ ഇവിടെ നോക്കാനും കൂടൽക്കാനും പറ്റുന്നില്ലെന്ന പരാതി അങ്ങ് തീരുമല്ലോ. ഒരു ചെറു ചിരിയോട് അടുത്തേക്ക് വന്ന് പറയുന്ന അരുന്ധതിയെ കാണെ അല്പം മാറിയെല്ലാം കേൾക്കുന്ന സത്യനെ നോക്കി ദുർഗ. നീ എന്നെ നോക്കൊന്നും വേണ്ട ദുർഗയെ. ഈ സമയം പെൺമക്കൾക്ക് കൂടെ വേണ്ട ഭർത്താവും പിന്നെ അമ്മമാരും തന്നെയാ. എല്ലാം കഴിഞ്ഞ് നിനക്ക് എപ്പോ വരണം തോന്നുന്നു അപ്പോ വാ. ഇനി വന്നില്ലേലും. ഒരു ചെറു ചിരിയോടെ ബാക്കി പറയാൻ തുടങ്ങിയതും ദയിപ്പിക്കുന്ന ദുർഗയുടെ നോട്ടത്തിൽ ഒരു ചിരിയോടെ നോക്കി നിന്നു സത്യൻ. അതെന്താ മനുഷ്യ, ഞാൻ വന്നില്ലെങ്കിൽ ബാക്കിയൊന്നും നിർത്തിക്കളഞ്ഞ് ഇനി നിങ്ങളും ഞാനും മക്കളും അറിയാൻ എന്നെ ചതിക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കണമെന്ന് പോലും അറിയാൻ പറ്റില്ല. എന്റെ ദുർഗയെ ഞാൻ ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞല്ലേ. നിന്നെക്കാൾ വലുതായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ആരാ ഉള്ളത്? മതി മതി, വല്ലാതെ സുഖിപ്പിക്കേണ്ട. സത്യനെ അടിമുടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞ ദുർഗ. ഇരുവരുടെയും സംസാരം കേട്ട് നിധിയും മുത്തശ്ശി ഒരു ചിരിയോടെ നോക്കി നിന്നു. അപ്പോഴേക്കും ബില്ലെല്ലാം പേ ചെയ്ത് അശോക് അങ്ങോട്ട് എത്തിയിരുന്നു. നിധിയെ തന്റെ കയ്യാൽ ചേർത്ത് പിടിച്ച് അവളെയും കൊണ്ട് അശോക് പുറത്തേക്ക് ഇറങ്ങി. ബാക്കിയുള്ളവർ അവർക്ക് പുറകെ നടന്നു. അല്പദൂരത്തെ യാത്ര കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവരുടെ വാഹനം കൈലാസത്തിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. അരുന്ധതി വേഗം പുറത്തേക്ക് ഇറങ്ങി അകത്തേക്ക് കയറി. അപ്പോഴേക്കും തറവാട്ടിലുള്ള എല്ലാവരും അവരെ സ്വാഗതം ചെയ്യാൻ പുറത്തേക്ക് എത്തിയിരുന്നു. നേരത്തെ ഒരുക്കി വെച്ച താലമെടുത്ത് രേണുക അരുന്ധതിയുടെ കയ്യിൽ കൊടുത്തു. അശോക് നിധിയെയും ചേർത്ത് പിടിച്ച് ഒരു കൈയാൽ കുഞ്ഞിനെയും മാറോട് ചേർത്തണച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. 3 പേരെയും ചേർത്ത് വെച്ച് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് ക്ഷണിച്ചു. മുന്നിലേക്ക് കയറുമ്പോഴേ കണ്ടു പൂക്കളാൽ തങ്ങളെ സ്വാഗതം ചെയ്ത് മനോഹരമാക്കി ഒരുക്കി വെച്ചിട്ടുണ്ട്. വാതിൽക്കൽ മാവിലത്തോരണവും വെൽക്കം ബേബി എന്ന് മനോഹരമായി എഴുതി തൂക്കിയ ബാനർ, തറ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന നിറപൂക്കളാൽ ഒരുക്കിയ നടപ്പാത. നിറഞ്ഞ പുഞ്ചിരിയോടെ അശോകിന്റെ കൈകൾ പിടിച്ച് നിധി അകത്തേക്ക് കയറി. സ്റ്റെയർ കയറുന്നൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ താഴെയുള്ള മുറിയാണ് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി ഒരുക്കിയത്. റൂമിലേക്ക് കയറിപാട് നിധി ചുറ്റുമൊന്ന് നോക്കി പുഞ്ചിരിച്ചു. വൈറ്റ് ആൻഡ് ബ്ലൂ തീമിൽ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടതെല്ലാം ഒരുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് കയറി. എല്ലാവരിലും സന്തോഷവും ചിരിയും കണ്ട് ഒരു മുഷിച്ചിലോടെ മാലിന്യ മുറിയിലേക്ക് വന്നു. ഇനിയിപ്പോ ഇതൊക്കെ കണ്ട് സങ്കടപ്പെടാനേ വിധിയുള്ളൂന്ന് ഓർക്കുമ്പോഴാ. അല്ല, സാഹുഗന്ധി 2 ദിവസമായിട്ട് വിളിച്ചില്ലല്ലോ. ഇവൾക്ക് ഇത് എന്ത് പറ്റി? അന്ന് ഇവിടെ വന്നു പോയ ശേഷം തൊട്ട് എന്തോ പ്രശ്നമുണ്ട്. സ്വയം പറഞ്ഞുകൊണ്ട് മാലിന്യ ഫോൺ എടുത്ത് സൗഗന്ധിയെ വിളിച്ചു. ബെഡിലൊരു മുഷിച്ചിലോടെ കിടക്കുകയാണ് സൗഗന്ധി. 2 ദിവസമായി വല്ലാത്ത ക്ഷീണം കാരണം അറിയാമെങ്കിലും ആരെയും അറിയിച്ചില്ല. പക്ഷെ അധികം പിടിച്ചു നിൽക്കാനും തനിക്ക് കഴിയില്ല. ഓരോന്ന് ഓർത്തി കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ റിങ് ചെയ്ത്. ഫോൺ എടുത്ത് ഡിസ്പ്ലേയിലേക്ക് നോക്കി ഒരു ചിരിയോടെ ഫോൺ എടുത്തു. ഹലോ അമ്മേ. അപ്പം മറന്നിട്ടില്ല. നിനക്കിത് എന്ത് പറ്റി സൗഗന്ധി? 2 ദിവസമായി എന്നെ ഒന്ന് വിളിച്ചും കൂടെ ഇല്ല നീ. അമ്മേ, അത് എനിക്ക് വയ്യായിരുന്നു, ചെറിയൊരു പനി. അയ്യോ മോളെ, എന്നിട്ട് നീ എന്താ എന്നെ ഒന്ന് വിളിക്കാഞ്ഞേ? അതിന് മാത്രമൊന്നുമില്ല അമ്മേ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എന്നിട്ട് നീ ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ലമ്മേ, ഞാൻ മെഡിസിൻ കഴിച്ചു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാം, ആ ദരിദ്രവാസിക്ക് എന്റെ മോളെ ഒന്നും ഡോക്ടറെ കൊണ്ട് കാണിക്കാനുള്ള ഗതി പോലും ഇല്ല. കഷ്ടം തന്നെയാണല്ലോ മോളെ. അത് വിടമ്മേ, പറഞ്ഞല്ലോ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്നാലും നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. പിന്നെ മോളെ, അശോക് നിധി അവിടെ കുഞ്ഞിനെയും കൊണ്ട് വന്നു കയറിയിട്ടുണ്ട്. എന്റെ മോളെ ഒന്നും പറയണ്ട, എന്തൊരു ആഘോഷം എല്ലാവർക്കും. എന്റെ മോൾ ഇവിടെ ഇല്ലാത്ത നന്നായി. കണ്ട എന്റെ മോള് മനസ്സ് തകർന്നു പോകും. അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? എന്നെ കുത്തി നോവിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് രസിക്കുന്നത്? മോളെ, ഞാൻ അങ്ങനെയൊന്നും കരുതി പറഞ്ഞല്ല. എനിക്കറിയാം മോളിപ്പോൾ എല്ലാം കൊണ്ട് തകർന്നിട്ടുണ്ടാവും. മോളൊരു കാര്യം ചെയ്യ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് പോര്. അങ്ങനെ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്ക്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? സൗഗന്ധി ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു. ഹലോ ഹലോ മോളെ, ഹലോ. ചേട്ടാ, ഇവള് ഫോൺ ഓഫ് ചെയ്തോ? അവൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, ഒന്ന് പോയി നോക്കണം.
ഇനി മനസ്സുമാറി ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയോ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ആ, നേരെ വരട്ടെ, എന്നിട്ട് പോയി നോക്കാം. മാലിനി ഫോൺ മേശപ്പുറത്ത് വെച്ച് താഴേക്ക് നടന്നു. ഫോൺ ഓഫ് ചെയ്തും ഒരു പൊട്ടിക്കരച്ചിലോടെ സൗഗന്ധി ബെഡിലേക്ക് മുഖം പൂഴ്ത്തി പതിയെ തന്റെ ഉത്തരത്തിലേക്ക് കൈകൾ വെച്ചു. സ്വയം ദേഷ്യവും വെറുപ്പും വന്ന് മൂടും പോലെ. പെട്ടെന്ന് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ മിഴികൾ അമർത്തി തുടച്ച് കിടന്നു. അരുൺ മുറിയിലേക്ക് കയറിയതും ബെഡിൽ കിടക്കുന്നവൾക്കാണ് ഒരു പുച്ഛത്തോടെ അടുത്തേക്ക് ചെന്നു. ഡേയ്, ഈ പട്ടാപ്പകൽ ഇങ്ങനെ കിടന്നാൽ ശരീരത്തിന് പിത്തം പിടിക്കും, ചെന്ന് അമ്മയെ വല്ലതും സഹായിക്കടി. സൗഗന്ധി അവൻ അല്പം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്താണ് ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അതൊക്കെ നിന്റെ അമ്മയുടെയും തളർച്ചയൊരു ഏട്ടനില്ലേ, അവനോട് കാണിച്ചാൽ മതി. അമ്മയ്ക്ക് കൈവേദനയാണെന്ന് പറഞ്ഞിരുന്നു, ചെന്ന പോലെ സഹായം ചെയ്യും. പല്ലിറുമിക്കൊണ്ട് അവനെ നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിലേക്ക് ചെന്നും അവിടെ പച്ചക്കറികൾ അരിയുന്ന ഭാർഗവിയെ നോക്കിക്കൊണ്ട് ഒരു മുഷിച്ചിലോട് അടുത്തേക്ക് ചെന്ന് നിന്നു. ആ, മോളെന്തിനാ ഇങ്ങോട്ട് വന്നേ? അവിടെ പോയിരുന്നു. മോൾക്ക് ഇതൊന്നും ശീലമില്ലാത്തല്ലേ? അവനെന്തേലും പറഞ്ഞാണോ അല്ലേ? മോളാന്നും കാര്യാക്കണ്ട, ചെല്ല്. സ്നേഹത്തോടെ പറയുന്ന ഭാർഗവിയുടെ വാക്കുകൾ വകവെക്കാതെ ഉള്ളിൽ നുരഞ്ഞു കയറുന്ന വാശിയും ദേഷ്യവും സങ്കടവും എല്ലാം അടക്കി പിടിച്ച് അവരുടെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി എടുത്തു വെച്ച പച്ചക്കറികൾ അരിയാൻ തുടങ്ങി. നീളത്തിൽ അരിയേണ്ട പച്ചക്കറികൾ വട്ടത്തിൽ വലിയ കഷ്ണങ്ങളാക്കി വെട്ടി നിൽക്കുന്നവളെ ഒരു നേർത്ത പുഞ്ചിരിയോടെ നോക്കി ഭാർഗവി. മോളെ, ഞാൻ പറഞ്ഞില്ലേ, അമ്മ ചെയ്തോളാം. ഇത്ര വലിയ കഷ്ണങ്ങളൊന്നും ആക്കേണ്ട കുട്ടി. ഇങ്ങതാ, മോൾ അവിടെ പോയിരുന്നു. പറഞ്ഞുകൊണ്ട് ഭാർഗവി കത്തി വാങ്ങിക്കാൻ ഒരുങ്ങിയതും. നിങ്ങളോടല്ലേ പറഞ്ഞ തള്ളേ, ഞാൻ ചെയ്തോളാന്ന്. ഉള്ളിൽ നിറഞ്ഞ കനൽ പൊട്ടി പുറത്തേക്ക് വന്നു ദേഷ്യത്തോടെ ഭാർഗവി പിടിച്ച് പുറകോട്ട് ആഞ്ഞു തള്ളി. പിടുത്തം കിട്ടാതെ സ്ലാവിൽ തലയിടിച്ച് നിലത്തേക്ക് മറിഞ്ഞു വീണു ഭാർഗവി. അമ്മേ! പുറകിൽ അരുണിമയുടെ ശബ്ദം കേട്ടതും സൗഗന്ധി പകപ്പോടെ അവളെയും നിലത്ത് വീണ ഭാർഗവിയെയും നോക്കി. അരുണിമ ഭാർഗവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. തലയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നത് കാണേ. ഏട്ടാ, ഏട്ടാ! അരുണിനെ വിളിച്ച് നിലവിളിച്ചു. അരുണിമയുടെ ശബ്ദം കേട്ട് അടുക്കളയിലേക്ക് വന്ന അരുൺ പേടിച്ചൊരു ഭാഗത്ത് നോക്കി നിൽക്കുന്ന സൗഗന്ധിയെയും നിലത്ത് രക്തം വാർന്നു കിടക്കുന്ന അമ്മയും കണ്ട് ഒരു പിടപ്പോടെ അവരുടെ അടുത്തേക്ക് ചെന്നു. ഏട്ടാ, ദേ അമ്മ! അമ്മേ! ഏട്ടാ, ദേ അമ്മ! അമ്മ, ഇത് ഏട്ടൻ ഈ തലതെറിച്ച് മാറി തള്ളിയിട്ടതാ. അരുണിമ പറഞ്ഞു നിർത്തി അടുത്ത് നിൽക്കുന്നവൾക്ക് നേരെ തീ പാറുന്ന നോട്ട് പറഞ്ഞുകൊണ്ട് അവൾക്ക് മുമ്പിലേക്ക് എണീറ്റ് നിന്നു. അവൻ കൈവീശി അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. ഡീ, പണിയെടുക്കാൻ പറഞ്ഞ ദേഷ്യന്റെ അമ്മയ്ക്ക് നേരെ തീർക്കാൻ നോക്കിയതാവും അല്ലേടി പറഞ്ഞുകൊണ്ട് അവിടെ ഇരുകവളിലേക്ക് മാറി മാറി അടിച്ചു. ശേഷം അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി മുറ്റത്തേക്ക് തള്ളി. ഡീ, നീ കുറച്ചെങ്കിലും നന്നായി വരുന്നു പ്രതീക്ഷിച്ചിരുന്നു ഞാൻ. ഒരു നല്ല ഭാര്യ എന്നതിനപ്പുറം ഒരു നല്ല മനുഷ്യനാവനിൽ നിനക്ക് കഴിയുന്നു കരുതി. എന്നാ നിനക്ക് ഒരിക്കലും കഴിയില്ലടി. നിന്റെ ശരീരത്തിൽ ഒഴുകുന്ന ചോരക്ക് പകരം വിഷമാടി, കൊടും വിഷം. ഏട്ടാ! അടുക്കളയിൽ നിന്ന് വീണ്ടും അരുണിമയുടെ ശബ്ദം കേട്ടതും അരുൺ വേഗം അങ്ങോട്ട് ഓടിച്ചെന്നു. നിലത്തിരുന്ന് കലങ്ങി മിഴികളോടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് സൗഗന്ധി. പിടിച്ചിരുന്ന ഏങ്ങലടികൾ അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അരുൺ ഭാർഗവി എടുത്ത് വേഗം കാറിലേക്ക് കയറ്റി. അരുണിമയും കാറിലേക്ക് കയറിയതും കാറിലേക്ക് ഇറങ്ങിയ അരുൺ ഇപ്പോഴും മുറ്റത്തിരിക്കുന്നവളെ നോക്കി അടുത്തേക്ക് ചെന്നു. ഡീ, ഞാൻ തിരിച്ചു വരുമ്പോ നിന്നോട് കാണരുത്. കണ്ടാ എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ നോയിക്കോ. തള്ളയും മകളെയും പച്ചക്ക് കത്തിക്കും ഞാൻ പറഞ്ഞുകൊണ്ട് അരുൺ വേഗം കാറെടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യമായി ചീറിപ്പാഞ്ഞു. മുഖം പൊത്തി ഒരു പൊട്ടിക്കരച്ചിലോടെ അല്പനേരം അതേ ഇരിപ്പിരുന്നു സൗഗന്ധി. ശേഷം പതിയെണീറ്റ് ഗേറ്റ് കടന്നു പുറത്തേക്ക് നടന്നു. അശോക്, എനിക്കിത് മതി അശോക്. നിർബന്ധിച്ച് ഫുഡ് മുഴുവൻ കഴിപ്പിക്കുന്നവനെ കുറുമ്പോടെ നോയിക്കൊണ്ട് പറഞ്ഞു നിധി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ദേ, നീ കഴിച്ചാൽ നമ്മുടെ കുഞ്ഞിനുള്ള കൂടെ കിട്ടൂ പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ വായിലേക്ക് കോരി കൊടുക്കുന്നവനെ അല്പം മാറിയുന്ന ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്ന് തുറക്കുക. ആരൊക്കെ ഉണ്ടെങ്കിലും നിധിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അവൻ തന്നെയാണ്. അവളെ ഫുഡ് കഴിപ്പിക്കാനും സമയത്തിന് ഉറക്കുന്നതും ആ സമയം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്ന എല്ലാം അവനാണ്. അതിനുവേണ്ടി ഓഫീസിൽ പോലും കുറച്ച് ദിവസം ലീവ് എടുത്ത് നിൽക്കുന്നവനെ കാണും തോറും എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൾക്ക്. ആരും ഒന്ന് കൊതിച്ചു പോവും ഇതുപോലൊരു പാതിയെ കിട്ടാൻ. ഇന്ന് തന്നെ ശിവക്കും ആ ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ട്. ഒരു പുഞ്ചിരിയോടെ ഓർത്തുകൊണ്ട് കയ്യിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. കണ്ണും തുറന്ന് നോക്കുന്നവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തുറക്ക. അശോകിന്റെ കണ്ണുകളാണ് അവനും കിട്ടിയിട്ടുള്ളത്, തിളങ്ങുന്ന പൂച്ചക്കണ്ണ് പോലെ. നീ ഉറങ്ങിക്കോടാ കണ്ണ. ദേ, അച്ഛനും അമ്മയെ ഊട്ടിക്ക. അവള് കഴിച്ചാലല്ലേ മുത്തശ്ശിയുടെ കുഞ്ഞിന് വയറു നിറയാൻ കിട്ടൂ. കുഞ്ഞിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവനെ എടുത്ത് അരുന്തയുടെ അടുത്തേക്ക് പോയി ദുർഗ. നീര വന്നപാട് അവനെ പറഞ്ഞ് പാടുവിട്ടിട്ടാണ് ഒരുവിധം സൗഗന്ധിയുടെ അടുത്തേക്ക് പോകാമെന്ന് സമ്മതിച്ച് റെഡിയായി ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഗേറ്റിന് മുന്നിൽ ഒരു ഓട്ടോയിൽ ഇറങ്ങി വരുന്ന സൗഗന്ധിയെ കണ്ടത്. സൗഗന്ധി! മാലിനി വിളിക്കുന്നവൾക്ക് നീരു അവളെ നോക്കി നിന്നു. ഇവളിങ്ങോട്ട് വന്നില്ല, സമാധാനം, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു മുഷിച്ചിലോടെ പറഞ്ഞുകൊണ്ട് നീരോ അകത്തേക്ക് കയറി. മാലിനി സൗഗന്ധിയുടെ അടുത്തേക്ക് ചെന്നു. മോളെ സൗഗന്ധി, നീ വരുന്ന കാര്യം പോലൊന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ മോളെ. ഞങ്ങളിതേ അങ്ങോട്ട് വരെ ഒരുങ്ങിയായിരുന്നു. അവളെ നിർവികാരതയോടെ മാലിനിയെ നോക്കിയെന്നു. എന്താമ്മേ, ഏട്ടൻ്റെ കണ്ടപാടെ അകത്തേക്ക് പോയത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നീ അത് കാര്യാക്കണ്ട, ആ ഫോൺ എന്തോ തിരക്കിലായിരുന്നു. അതിനിടയിൽ ഞാൻ നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നതാ. മോള് വാ. ആളെയും കൊണ്ട് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും പെട്ടെന്ന് എന്തോ കണ്ട പോലെ അവിടെ മുഖത്തേക്ക് നോക്കി മാലിനി. മോളെ, ഇതെന്താ, നിന്നെ അവൻ തല്ലിയോ? മോളുടെ കവിളിയെല്ലാം വിരൽപ്പാട് പതിഞ്ഞു കാണുന്നു.
സൗഗന്ധി മാലിന്യം നോക്കി ഒരു വിതമ്പിലോട് അവിടെ തോളിലേക്ക് ചാരി നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഓ എന്റെ മോളെ, ഇതാണ് കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നീ ഒരു കാരണം ഉണ്ടാക്കി പോന്നല്ലേ? 2 കിട്ടിയാലെന്താ, അവനായിട്ട് തന്നെ നിന്നെ ഇറക്കി വിട്ടില്ലേ? ഇനി നീ ഈ വീട്ടിൽ താമസിക്കുന്ന ആരെ എതിർക്കുന്നത് എനിക്കൊന്ന് കാണണം. നീ വാ മോളെ. പറഞ്ഞുകൊണ്ട് അവിടെ കൈപിടിച്ച് അകത്തേക്ക് കയറിയതും മുന്നിൽ ദയിപ്പിക്കുന്ന ഓട്ടത്തോടെ നിൽക്കുന്ന അരുന്ധതിയെ കണ്ട് മാലിന്യം ഒന്ന് പരിങ്ങി. കൊള്ളാം സൗഗന്ധി, നിന്റെ അമ്മയുടെ വാക്ക് കേട്ട് ഇത്രയൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അരുൺ എന്നെ അശോകിനെ വിളിച്ചിരുന്നു. ഇപ്പോ ഒരു പാവം സ്ത്രീയെ കൊല്ലാൻ നോക്കിയ നിന്നെ ഇവിടെയല്ല പോലീസ് സ്റ്റേഷനിലേക്കാ പറഞ്ഞു വിടേണ്ട. അതവന് ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, ബാക്കിയുള്ളവർ ഓർത്തിട്ടാ. സ്വന്തം അമ്മയുടെ വാക്കുകൾ കേട്ട് നിന്റെ ഭർത്താവിന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയിട്ട് അവിടുന്ന് പടിയിറക്കി വിട്ട് ഇവിടെ വന്ന് സുഖമായിട്ട് കഴിയാന്ന് കരുതണ്ട. നീ ഇറങ്ങി പോകുന്ന നിനക്ക് നല്ലത്. അരുന്ധതിയുടെ വാക്കുകൾ തെളിഞ്ഞെട്ടലോടെ നോക്കി സൗഗന്ധി. അമ്മേ എന്തേ പറയുന്നത്? ഞാൻ ആരോടും കൊല്ലാനും പിടിക്കാനും പറഞ്ഞിട്ടില്ല. ദേ ഇവളുടെ മുഖം നോക്ക്, ഈ കാണുന്നൊക്കെ അവന്റെ വിരൽപ്പാടുകളാ. അങ്ങനെ ഇവൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇവൾ ഉണ്ടാക്കി വെച്ചോണ്ടാ മാലിനി. ഇവളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ പടികൾ ഇനി ഇവള് കയറണ്ട. സൗഗന്ധി അവരെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവരുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. ഇല്ല മുത്തശ്ശി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്നെ ആരും തടയാന്ന് കരുതണ്ട. പോവില്ല, ഈ വീട് വിട്ട് ഞാൻ പോവില്ല. എന്നെ തടുക്കാൻ നിന്നതേ എല്ലാത്തിനെയും പച്ചക്ക് കത്തിക്കും ഞാൻ. ഭ്രാന്ത് പിടിച്ച് നിൽക്കുമോ ഞാൻ? എന്നെ കൊണ്ട് മറ്റൊന്നും ചെയ്യിപ്പിക്കാതിരിക്കുന്ന എല്ലാവർക്കും നല്ലത്. ഒരു ഭ്രാന്തിയെ പോലെ എല്ലാവരോടും ചാടിക്കേറുന്നവളെ കാണി ഒരു നിമിഷം പേടി തോന്നിപ്പോയി അരുന്ധതിക്ക്. ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോകാനിറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന അശോകിനെ കാണെ അതുവരെ ഉണ്ടായിരുന്ന ദേഷ്യം മറച്ചു പിടിച്ച് തലതാഴ്ത്തി പതിയെ മുകളിലേക്ക് ഓടിക്കയറിയവൾ. മോനെ അശോക്, അവൾ ഇവിടെ നിന്നാ നിധിക്കും കുഞ്ഞിനും നല്ലതാവും തോന്നുന്നുണ്ടോ നിനക്ക്? അശോക് മുത്തശ്ശിയുടെ തോളൊരു പുഞ്ചിരിയോടെ പിടിച്ചു. വേണ്ട ഗ്രാൻമ, ഒന്നും പറയണ്ട, അവളിവിടെ നിൽക്കട്ടെ. പിന്നെ നിധിയും കുഞ്ഞും അവർക്കെതിരെ ഇനി ആരുടെ കൈകളും ചലിക്കാൻ ധൈര്യം ഉണ്ടാവില്ല ഗ്രാൻമ. അത് പറഞ്ഞ അശോക് നിധിയുടെ അടുത്തേക്ക് നടന്നു. ഇവനിതെന്തു പറ്റി? സാധാരണ ഇങ്ങനെയല്ലല്ലോ. ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിച്ച് വട്ടായി വീണ്ടും. അതേടി, അവന് വട്ട് തന്നെയാ. അതുകൊണ്ടാ നീയും നിന്റെ മക്കളും ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. അരുന്ധതിയുടെ വാക്കുകളിലൊന്ന് പരിങ്ങിക്കൊണ്ട് മുകളിലേക്ക് കയറി മാലിനി. അശോക് പാവാരും, ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടാവും? ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല. നീ ടെൻഷൻ ആവേണ്ട, അവൻ നേരത്തെ തന്നെ വിളിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാലും അവിടെ വരെ ഒന്ന് പോവേണ്ട അശോക്? എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ തന്നെ പോണോ? ഒരു ചിരിയോടെ ചോദിക്കുന്നവനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി നിധി. ദേ എന്റെ കാര്യമില്ല അശോക്, അശോക് ഒന്ന് പോയി നോക്ക്. പോണം, അവനെ കണ്ട് സംസാരിക്കണം. ഇതിനൊരു തീരുമാനം വേണം. ഇനി അവന്റെ ജീവിതം നമ്മൾ ഓർത്ത് മാറ്റി വെക്കുന്നത് ശരിയല്ല. അശോക്, സൗഗന്ധി ഒരിക്കലും നന്നാവില്ലേ? അറിയില്ല, എന്റെ മുന്നിൽ പേടിയുണ്ടാവോ? എനിക്കോ? എന്തിന്? എന്റെ കൂടെ എന്റെ അശോകില്ലേ, പിന്നെന്തിനാ ഞാൻ പേടിക്കുന്നേ? എന്തായാലും സ്നേഹം അഭിനയിച്ച് തിമിർത്താടിയ ജാനകിയുടെ അത്രയൊന്നും വരില്ല അശോക്. ഒരു ചിരിയോടെ പറയുന്ന നിധിയെ തന്നെ മാറോട് ചേർത്ത് പിടിച്ചു അശോക്. പെട്ടെന്ന് ചിണുങ്ങിക്കറിയുന്ന കുഞ്ഞിനെ കണ്ടതും നിധി അവനിൽ നിന്ന് വേഗം അകന്നു മാറി. കുഞ്ഞിനെ എടുത്ത് പാൽ കൊടുക്കുന്നവളെ ഒരു കള്ളച്ചിരിയോടെ നോക്കി നിന്നു അശോക് പതിയെ അവളിലേക്ക് ചേർന്ന് നിന്നു. അത് ജോലിയെന്ന് മാത്രം പരിഗണിച്ചാൽ മതിയോ? ഒരു കള്ളച്ചിരിയോടെ ചോദിക്കുന്നവനെ കാണെ നിധി അവനെ കുറുമ്പോടെ തുറിച്ചു നോക്കി. ഇപ്പൊ തൽക്കാലം ജൂനിയറിന് മാത്രമേ പരിഗണനയുള്ളൂ. സീനിയറിനെ പരിഗണിക്കാനാവുമ്പോ ഞാൻ പരിഗണിച്ചോളാം. ഇല്ലേനും എന്റെ അശോകിനെ ഈ പരിസരത്തേക്ക് ഒരു മുത്തശ്ശി അമ്മയും കയറ്റില്ല. അതുകൊണ്ട് മോനിപ്പോ പോവാൻ നോക്ക്. അവന്റെ കവളിൽ പിടിച്ചു പറഞ്ഞതും ഒരു ചിരിയോടെ അവിടെ കവളിലൊന്ന് മുത്തിക്കൊണ്ട് കണ്ണും തുറന്ന് തന്നെ നോക്കി പാൽ കുടിക്കുന്നവനെ അതുപോലെ തന്നെ ഒന്ന് തുറിച്ചു നോക്കി അശോക്. എന്റെ ജൂനിയർ ആണെങ്കിൽ ഇവൻ നമ്മുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാണോ എന്നൊരു സംശയം. എങ്ങനെയല്ലാതിരിക്കും? മിസ്റ്റർ അശോക് ഗുപ്തയല്ലേ മോന്? എനിക്കിട്ട് വല്ലാതെ താങ്ങണ്ട. എല്ലാത്തിനും പലിശ സഹിതം തിരിച്ചേരുന്നുണ്ട് ഞാൻ. എന്നാ കുറച്ച് പലിശ എനിക്കൂടെ തന്നേക്ക്. പുറകിൽ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും മുത്തശ്ശിയെ നോക്കിയൊരു വിളറിയ ചിരിയോടെ അശോക് പതിയെ പുറത്തേക്ക് നോക്കി. പതിയെ തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി വിളിക്കുന്നവളെ കാണെ ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. മോളെ നിധി, കുഞ്ഞിന് പാല് കൊടുത്തിട്ടേ ഈ അരിഷ്ടം കുടിക്ക്. ദുർഗ എവിടെ മോളെ? അമ്മായി കുളിക്കാൻ മുത്തശ്ശി. എന്നാ അതെ, ഇത് മറക്കാതെ കുടിക്ക്. പിന്നെ മോളെ ഇടയ്ക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കണം. ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലും പേടിയാ കുട്ടി. എല്ലാവരും ഉണ്ടായിട്ട് ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു വിഷയത്തെ തിരിച്ചറിഞ്ഞില്ല. അതുപോലെ ഇനിയൊന്നും താങ്ങാനുള്ള ശേഷിയില്ല മോളെ. സൗഗന്ധി അവിടെ മട്ടും ഭാവം അത്ര പന്തിയായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്. എനിക്ക് മനസ്സിലായി മുത്തശ്ശി, ഞാൻ ശ്രദ്ധിച്ചോളാം. മുത്തശ്ശിയുടെ മോൻ പാല് പിടിക്കുകയാണോ? നല്ലോണം കുടിച്ചോ. എന്നിട്ട് വലിയ മോനാവണം. എന്നിട്ട് മുത്തശ്ശിയുടെ കൈപ്പിടിച്ച് നടക്കണം, അല്ലേടാ? കുഞ്ഞിനെ നോക്കി പറഞ്ഞുകൊണ്ട് അവന് മൃദുവായ തലയിലൂടെ ഒന്ന് തലോടി അരുന്ധതി. ഇവിടുത്തെ ഈ നിമിഷം വരെ ആർക്കു മുന്നിലേക്കൊന്നും പോയിട്ടില്ല. മുറിയിൽ ഒരേ ഇരിപ്പ്, മനസ്സ് മുഴുവൻ മരവിച്ച ഒരവസ്ഥ. വേണമെന്ന് കരുതി ചെയ്തല്ല എന്നതില്ലാത്ത ദേഷ്യം, അതിലുപരി സങ്കടം, അറിയാതെ പറ്റിയൊരബദ്ധം. ഓരോന്നോർത്ത് ജനൽപ്പാളിലൂടെ പുറത്തേക്ക് നോക്കിയെന്ന സൗഗന്ധി.
ഡോറ് തള്ളി തുറന്ന് മാലിനി അകത്തേക്ക് കയറി ചിന്തയിലാണ് നിൽക്കുന്നവളെ ഒന്ന് നോക്കി. മോളെ സൗഗന്ധി, എന്ത് നിൽപ്പായത്? നീ വിഷമിക്കണ്ട. അശോക് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നീ ഇവിടെ നിന്നോട്ടേന്ന്. അതുകൊണ്ട് നിന്നെ ആരും ഇവിടുന്ന് പറഞ്ഞു വിടില്ല. ചിലപ്പോൾ ഇതോടെ അവൻ നിന്നെ ഇനി വേണ്ടെന്ന് വെക്കും. അതോടെ നമ്മൾ കരുതിയതെല്ലാം നടക്കും മോളെ. മാലിനി പറയുന്നയാൾക്ക് ഒരു പകപ്പോടെ അവരുടെ മുഖത്തേക്ക് നോക്കി സൗഗന്ധി. സന്തോഷിക്കാനുള്ള കാര്യം പറഞ്ഞിട്ട് നീ എന്താണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ദേ ഇത് കുടിക്ക്, വന്നപാട് ഇതിനകത്ത് കയറിയതല്ലേ. പറഞ്ഞുകൊണ്ട് അവൾക്ക് മുമ്പിലേക്ക് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് നീട്ടി മാലിനി. എനിക്കൊന്നും വേണ്ട അമ്മേ, ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. താൻ എത്രയൊക്കെ പറഞ്ഞിട്ടും പ്രതീക്ഷ മറുപടി കിട്ടാത്തതുകൊണ്ട് തന്നെ അവൾ അടിമുടി നോക്കി മാലിനി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.